ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കരിമ്പൻ അടിച്ചിട്ടുണ്ടായിരുന്ന ഷൂവും അഴുക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്ര പെട്ടെന്ന് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാനുള്ള ഒരു ടിപ്സും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ഷൂവിൻ്റെ ലൈസൊക്കെ ഒന്ന് അഴിച്ച് മാറ്റുന്നുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് സൈഡ് ഭാഗത്തൊക്കെ കരിമ്പനായിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലതുപോലെ അഴുക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഷൂ തന്നെയാണ്. ഇനി ഇതിൻ്റെ ലേസൊക്കെ ഊരി മാറ്റിയതിന് ശേഷം ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ക്ലീനിങ് സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കോറക്സ് ആണ്. കോറക്സ് കുറച്ച് ഡ്രോപ്സ് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തും ആ കരിമണ്ണുള്ള ഭാഗത്തൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ആ കരിമണ്ണൊക്കെ ഇളകി ആ അഴുക്കൊക്കെ നന്നായിട്ട് അലിഞ്ഞ് അങ്ങനെ റിമൂവ് ആയിട്ട് പോകുന്നത് നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് പറ്റും. ആ ഒരു ഷൂവിൻ്റെ ലേസ് കുറച്ച് വെള്ളത്തിൽ കോറക്സ് ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അതും തന്നെ അതിൽ നിന്ന് ആ ചളിയും ആ ഒരു നന്നായിട്ടുള്ള അഴുക്കൊക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് ഉരച്ച് കഴുകൊന്നും വേണ്ട, ഒരുപാട് ബലം പ്രയോഗിച്ചിട്ടൊന്നും ഉരയ്ക്കണ്ട. ഇത് കണ്ടില്ലേ, 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും അതിന്മേലുള്ള ആ ഒരു ചളിയും ആ മഞ്ഞ കളർ ആയിട്ടുണ്ടായിരുന്ന പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്ന അഴുക്കും കരിമ്പനൊക്കെ പോയി കിട്ടുന്നതാണ്. ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ആ ഒരു വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതുപോലൊന്ന് ഉരച്ച് കൊടുത്താൽ മതി. ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ബലം പ്രയോഗിയൊക്കെ തന്നെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കരിമ്പനൊക്കെ കരിമ്പനൊക്കെ പിടിച്ച് കിടക്കുന്ന ഷൂവും അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ചില വെള്ള കളറൊക്കെ ചെരുപ്പ് ഉണ്ടാവുമല്ലോ, കളറുള്ള ചെരുപ്പൊക്കെ ആണെങ്കിൽ സൈഡ് ഭാഗത്ത് നമ്മുടെ ഈ മടമ്പിൻ്റെ അടിവശത്തൊക്കെ കരിമ്പം കുത്തിയിട്ട് ഉണ്ടാവും. അത് എത്ര തേച്ചൊരച്ചാലും ചിലപ്പോൾ പോകില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ആ ഒരു ക്ലോറക്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. 2 ഷൂവും ഞാനിതാ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഉരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാറ്റി വെച്ചാൽ മതി. എന്തായാലും നമ്മളിത് കഴുകിയെടുക്കും ഉള്ളിലേക്കൊക്കെ വെള്ളമാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ഒരു സ്പോഞ്ച് പോലത്തെ അതിലൊക്കെ നന്നായിട്ട് കരിമ്പനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നന്നായിട്ട് പോയിട്ട് കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ ഷൂ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഷൂവിൻ്റെ ലേസ് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഇപ്പോൾ 2-3 സെക്കൻഡ് കഴിഞ്ഞു. അതെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് അതും കൂടി ഒന്ന് കഴുകിയെടുക്കുക. അത് ഞാൻ വെറുതെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഉരച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ, കല്ലിലേട്ടിട്ട് ഉരച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആ ഉള്ളിലുള്ള ചളിയൊക്കെ പോയിക്കിട്ട് ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഷൂ ഒക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലൊക്കെ നല്ലതുപോലെ ചളി ഉണ്ടായിരുന്നു. ആ കോറക്സ് ഒഴിച്ച ഒപ്പം തന്നെ ആ ചളിയൊക്കെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഡ് ഭാഗത്തൊക്കെ വെള്ള ഷൂ ആയതുകൊണ്ട് നന്നായിട്ട് കരിമനൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴുകിയെടുത്തിട്ട് നമുക്കിനി ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി കേട്ടോ. ഉള്ളിലൊക്കെ ഒന്ന് അതിൻ്റെ ആ സ്പോഞ്ച് ഭാഗം പുറത്തേക്കാക്കി വെച്ചിട്ട് ഉള്ളൊക്കെ ചെരിച്ച് വെച്ചിട്ട് ഷൂ ഒന്ന് ഉണക്കിയെടുത്താൽ മതി. ഈ ലേസ് നേരെ കണ്ടില്ലേ, വെറുതെ ഞാൻ വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ, കല്ലിൽ വെച്ചിട്ട് ഉരച്ചിട്ടൊന്നുമില്ല. അതിലുള്ള ചളിയും കരിമനൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ഷൂ ഒക്കെ കരിമം കുത്തിയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോറക്സ് വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. ഇനി നമ്മൾ ഇത് കുറച്ച് നേരം വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ചെരിച്ച് വെച്ച് കുത്തനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങുമ്പോൾ ആ വെള്ളം കണ്ട് ഒഴിവാക്കിയാൽ മതി. ലൈസും തന്നെ നമ്മൾ കഴുകിയെടുത്ത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്